ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് 3 വിഭവങ്ങളാണ്. മട്ടൺ പുരട്ടിയത്, പോർക്ക് വിന്തലു ആൻഡ് ബീഫ് സ്റ്റ്യൂ. നല്ലപോലെ മസാലയെല്ലാം ചേർത്ത്, വേണ്ടുന്ന മസാലകളെല്ലാം ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് കുക്കറിലിട്ടേക്കുവാണ്. അതിനെ കുക്ക് ചെയ്യാനായിട്ട് വയ്ക്കാം. മട്ടൺ ഉലർത്താനായിട്ട് ഒരു കട്ടിയുള്ള പാത്രം അടുപ്പിൽ വെച്ചിട്ട് ഒരല്പം എണ്ണ ഒഴിച്ച് ബേ ലീഫും സിനമൺ സ്റ്റിക്കും കൂടി ഇട്ട് അതിലേക്ക് നമുക്ക് കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന മട്ടൺ കറി അതിലിട്ട് ഉലർത്തിയെടുക്കണം. മട്ടണിൽ നമ്മളെല്ലാ മസാലയും ചേർത്ത് നന്നായിട്ട് കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇനി ഒരല്പം ഗരം മസാല കൂടെ മാത്രം ചേർത്താൽ മതി. ഉള്ളി ഒക്കെ ഇഷ്ടംപോലെ ചേർത്തതാണ്. ചേർത്തുകൊണ്ട് ഇനിയൊന്നും ചേർക്കേണ്ടില്ല, നന്നായിട്ട് വഴറ്റി എടുത്താൽ മാത്രം മതി. ഇത് ഗരം മസാല നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ചെടുക്കുന്നതാണ്. അതിന് വേണ്ടുന്ന സാധനങ്ങൾ: പെരിഞ്ജീരകം, കറുവാപ്പട്ട, ഗ്രാമ്പൂ, ഏലക്ക, ജാതിപത്രി, തക്കോലം, ഉണക്കമുളക്. 1 സ്പൂൺ ഗരം മസാല കൂടെ ചേർക്കാം അതിലേക്ക്. അപ്പോൾ നല്ല രുചിയായിരിക്കും. മട്ടൺ പുരട്ടിയത് നന്നായിട്ട് വന്നിട്ടുണ്ട്. അതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. പോർക്ക് നന്നായിട്ട് മസാലയെല്ലാം പുരട്ടി, അതായത് ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ്, കുരുമുളക്, മുളക് പൊടി, മല്ലിപ്പൊടി ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇനി നന്നായിട്ട് ഇതൊന്നുകൂടെ വഴറ്റിയെടുക്കണം. പോർക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കാനായിട്ട് തേങ്ങാക്കൊത്ത് അരിഞ്ഞ് കറിവേപ്പിലയും ഇട്ട് മൂപ്പിച്ചെടുക്കുക. തേങ്ങാക്കൊത്ത് നന്നായിട്ട് വഴന്നിട്ടുണ്ട്. അതിലേക്ക് ഇനി പോർക്ക് ഇട്ട് നല്ലപോലെ വഴറ്റിയെടുക്കും. ചെറിയ തീയിൽ ഇത് നന്നായിട്ട് വഴന്നെടുക്കണം. ഇതിനകത്ത് എണ്ണ ഒഴിക്കാൻ പാടില്ല, കാരണം പോർക്കിൻ്റെ നെയ്യ് ആവശ്യത്തിനുണ്ട് അതിൽ. ഇനി നമ്മളതിലേക്ക് 1 സ്പൂൺ കുരുമുളക് പൊടി കൂടി ഇട്ടിട്ടാണ് നമ്മൾ നന്നായിട്ട് വറുത്തെടുക്കുന്നത്. പോർക്ക് വിന്താലും റെഡിയായിട്ടുണ്ട്. ബീഫ് സ്റ്റ്യൂ ഉണ്ടാക്കാനായിട്ട് നമ്മൾ ബീഫും നന്നായിട്ട് കഴുകി അതിനകത്ത് മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് വേവിച്ചെടുക്കാനായിട്ട് കുക്കറിൽ വയ്ക്കുകയാണ്. ഇനി അത് അടച്ച് വെച്ച് നമുക്കൊരു 3 വിസിൽ വരുന്നവരെ വെയിറ്റ് ചെയ്യാം. പ്രഷർ കുക്കറിൽ വേവിച്ച് ബീഫ് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനിയും സ്റ്റ്യൂ ഉണ്ടാക്കാനായിട്ട് ഉരുളക്കിഴങ്ങും ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, തേങ്ങാപ്പാൽ ഇവ ചേർത്ത് നമുക്ക് സ്റ്റ്യൂ ഉണ്ടാക്കിയെടുക്കാം. പാത്രം അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ച് ചൂടായതിന് ശേഷം ഇഞ്ചി, വെളുത്തുള്ളി അതിലിട്ട് മൂപ്പിക്കണം. ഒരു പാത്രം അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ച് ചൂടായതിന് ശേഷം ഗ്രാമ്പൂ, ഏലക്ക, പട്ട ഇവയിട്ട് നന്നായിട്ട് വറുത്തെടുക്കുക. വെളുത്തുള്ളി നന്നായി മൂത്തതിന് ശേഷം അതിലേക്ക് പച്ചമുളക്, കരിയാപ്പിലയിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇഞ്ചി, വെളുത്തുള്ളി നന്നായി മൂത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഓണിയൻ ഇട്ട് മൂപ്പിച്ചെടുക്കണം. ഉപ്പ് ചേർത്താൽ എളുപ്പം സവോള നന്നായിട്ട് വഴന്ന് കിട്ടും. ഓണിയൻ നന്നായിട്ട് വഴന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ഉരുളക്കിഴങ്ങിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഉരുളക്കിഴങ്ങ് ഏകദേശം നന്നായി വഴന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ബീഫ് ഇട്ട് അതിനുശേഷം അല്പം ഗരം മസാലയും ഒരല്പം കുരുമുളകും ചേർത്ത് നന്നായിട്ട് ഇളക്കണം. ബീഫ് ചേർത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങാപ്പാൽ ചേർത്ത് നന്നായിട്ട് ഇളക്കി അതിൽ ഉരുളക്കിഴങ്ങും എല്ലാ മസാലയും ഉള്ളിയും എല്ലാം ചേർത്ത് നന്നായിട്ട് വേവിച്ചെടുക്കണം.
രണ്ടാം പാല് ചേർത്ത് നമ്മൾ നന്നായിട്ട് സ്റ്റൂ കുക്ക് ചെയ്തു. അതിനുശേഷം ഒന്നാം പാല് ഇപ്പോൾ ചേർത്തിട്ടുണ്ട്. ഇനി അത് തിളയ്ക്കാനായിട്ട് ഇടവരുന്നത്. ഇനി അതിലേക്ക് ഒരല്പം കരിയാപ്പല ചേർത്ത് വാങ്ങി വയ്ക്കുക. ഡിസംബർ 25 മെറി ക്രിസ്മസ് ടു യു ഓൾ. നമ്മുടെ ബീഫ് സ്റ്റ്യൂ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ അപ്പം റെഡി ആയിട്ടുണ്ട് കൂടെ കഴിക്കുവാൻ. അതിൻ്റെ കൂടെ നമ്മൾ കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയ ചെറി ബ്രാൻഡി കേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല ടേസ്റ്റി ചെറി ബ്രാൻഡി കേക്കാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു.